രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്നും പ്രേംചാൻ്റെ അടുത്ത് കൊഞ്ചാനായിട്ട് ചെല്ലൂട്ടോ അവനവിടെ കുറേ നേരം ഇരുന്ന് അവൻ്റെ മേലൊന്നുമില്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് അവൻ്റെ രോമമൊക്കെ ഒന്ന് ചികി കൊടുക്കണം, അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ വാലാട്ടിക്കൊണ്ട് സുഖിച്ചവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് പറയണ്ടേ, രാത്രിയായി വരൂ നമുക്ക് കിടക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്, ഇല്ല പറ്റില്ല, കുറച്ചും കൂടി എന്നെ ആക്കണം. അങ്ങനെ കൈ മാറ്റി കഴിയുമ്പോൾ നോക്കൂട്ടോ, പറ്റില്ല, ഒന്നും കൂടി, ഒരു പ്രാവശ്യം കൂടി എന്നും പറഞ്ഞ് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യണത് വലിയ ഇഷ്ടമാണ്. അത് പ്രത്യേകിച്ചും എൻ്റെ അടുത്ത് അങ്ങനെ വരില്ല കേട്ടോ കൊഞ്ചാനായിട്ട്. പ്രേംചാൻ്റെ അടുത്താണ് അധികം ചെല്ലണത്. അങ്ങനെ എൻ്റെ മോള് വന്നാൽ അവളുടെ അടുത്തും ചെല്ലും. എൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കുക, അല്ലാതെയുള്ള കറങ്ങൽ, അതിനൊക്കെ വരുള്ളൂ. ചുറ്റും കറങ്ങി നടക്കാനൊക്കെ എൻ്റെ കൂടെ വരുള്ളൂ. അവന് ഓരോന്നിനും ഓരോരുത്തരുണ്ട് കേട്ടോ. അവൻ എത്ര ചെയ്താലും മതിയാവില്ല. നല്ല സുഖമാണ് അവനപ്പം. അങ്ങനെ നല്ല പഞ്ഞി പോലെ അവൻ്റെ ദേഹം. നമുക്കും നല്ല രസമായിട്ടോ അങ്ങനെ ആക്കി കൊടുക്കാനായിട്ട്. പക്ഷെ ഞാനങ്ങനെ തടവാൻ ചെന്നാൽ അപ്പം എന്നെ കടിക്കാൻ വരും, കളിക്കാൻ വരും, ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. പ്രേംചാൻ്റെ അടുത്ത് ഇങ്ങനെ അനുസരണയോടെ ഇരിക്കും. കുറേ നേരം വേണം. അങ്ങനെ ഇനിയും ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വാലാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാനൊക്കെ ഇട്ട് കൊടുത്തു. ഞാൻ കൊണ്ടുപോയി കിടത്തിയിട്ടോ. കുറേ നേരമായി, ഇനി മതി, പാവക്കുട്ടിയെ വെച്ച് കൊടുത്തു, ഇനി ഉറങ്ങിക്കോളൂ എന്നും പറഞ്ഞ് അവിടെ കൊണ്ടുപോയി കിടത്തിയിട്ടോ. അവൻ്റെ ഒരു നല്ലൊരു ദിനചര്യയാണ്. എന്നും അതെ, ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും അവൻ കിടന്ന് ഉറങ്ങും, കറങ്ങാൻ പോവാത്ത ദിവസം.